ചിട്ടിയുടെ പൈസ കിട്ടിയത്. എൽസു രാവിലെ എല്ലാവർക്കും കാശ് കൊടുക്കുന്നു. ഇവിടെ എടി എൽസു ഒരു 500 താടി. രാവിലത്തെ വിഷു കൈനീട്ടം എൽസുവിന്റെ നമുക്ക് മിക്സ് ചെയ്ത് വാങ്ങിക്കാം. 100 രൂപ. ഓ എനിക്ക് മേലെ എന്തിനാ ഇത്? എടി ഇതെല്ലാം പുതിയ നോട്ടുകളാടി. എൽസുവിന്റെ ബർത്ത്ഡേ ട്രീറ്റ് പുതുസ എടാ 100 രൂപ എൽസുവിന്റെ ട്രീറ്റ്. ഇറന്നു തിന്നുന്നവനെ തുറന്നു തിന്നുകയെന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് ഞങ്ങളുടെ പരിപാടി. ആരുടെയെങ്കിലും കോങ്ങയ്ക്ക് പിടിച്ച് വൈകുന്നേരത്തെ ട്രീറ്റിനുള്ള കാശ് വാങ്ങിക്കണേ. ഇന്നിപ്പോൾ എൽസുവിൻ്റെ വാങ്ങിച്ച് അതിപ്പോൾ എൽസുവിൻ്റെ ബർത്ത്ഡേ ആയി വരുന്നത്. അതിനിവിടെ പ്രസക്തിയൊന്നുമില്ല. നമുക്ക് കാശ് കിട്ടണം, ട്രീറ്റ് ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വൈകുന്നേരത്തെ പരിപ്പുവടക്കും ചായക്കുള്ള കാശൊക്കെ സെറ്റാക്കി ഞങ്ങൾ അടുത്ത മാസത്തെ ഡ്യൂട്ടി ഇടുവാണ്. അടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഏപ്രിലല്ല കേട്ടോ. ഏപ്രിലെ ഡ്യൂട്ടി ഓൾറെഡി ഔട്ടായി. മെയിലേക്ക് വേണ്ട റിക്വസ്റ്റ് അത് നമുക്ക് സെൽഫായിട്ട് നമ്മുടെ ജോലി ഇടാവേ. നമുക്ക് ഏതൊക്കെ ദിവസങ്ങളിൽ ജോലി വേണം, ഏതൊക്കെ ദിവസങ്ങളിൽ ഓഫ് വേണമെന്ന് നമുക്ക് സെൽഫായിട്ട്. അങ്ങനെ ഞാനും പറഞ്ഞായി മെയിലേക്കുള്ള ഞങ്ങളുടെ ഡ്യൂട്ടിയൊക്കെ അങ്ങ് ഫില്ല് ചെയ്തു. കാശ് ആരുടെ ആയാലേ ഫുഡ് കഴിച്ചാൽ പോരെ. വാട്ട് ഇസ് നമ്മുടെ അന്നദാന പ്രഭുവേ. നിനക്ക് നോയമ്പാണോടാ? പക്ഷേ കാശൊക്കെ വെറുതെ വാങ്ങിച്ചതാ. ആരാണ്ടയുടെ പ്രാക്കോ കണ്ണോ ആന്ന് തോന്നുന്നു. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ മുടിഞ്ഞ തിരക്കായിരുന്നു. പരിപ്പോടെ പോയിട്ട് പച്ചവെള്ളം കുടിക്കാൻ സമയം കിട്ടില്ലെന്നേ. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞപ്പം എൽസുവിന് കാശ് തിരിച്ചു കൊടുത്ത് ജ്യോതി മാതൃകയായി. അപ്പം ശരിയെന്ന് പോയച്ചു വരാം.